മച്ചാൻ വരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മടവൂർ പാറയിലേക്കാണ്. ഈ മടവൂർ പാറ എന്ന് പറയുന്നത് നമ്മുടെ പോത്തൻകോണ്ട് അടുത്തുള്ള ഒരു പാറയാണ്. ഏകദേശം 1300ഓളം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്കിൽ നമ്മുടെ പുരാതന വസ്തു സംരക്ഷണ ഒരു ഗുഹാക്ഷേത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്ക് പകർത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മടവൂർ പാറ പുരാതന വകുപ്പിൻ്റെ സംരക്ഷണ ഒരു ഗുഹാക്ഷേത്രമാണ്. 1300ഓളം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ഒരു ഗുഹാക്ഷേത്രത്തിൻ്റെ ഇനി ഞാൻ പറയുന്നത് കേട്ടറിഞ്ഞ ഇവിടുത്തെ മുത്തശ്ശി കഥ പോലത്തെ ഇവിടുത്തെ ഹിസ്റ്റോറിക്കലാണ്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ചാളിൽ നിന്ന് കേട്ടതാണ് ഈ കാര്യം. ഈ കാണുന്ന ഈ മടവൂർ പാറ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയൊരു ഫോറസ്റ്റ് ആയിരുന്നു. ആ ഫോറസ്റ്റ് ആയിരുന്ന സ്ഥലത്ത് നിന്ന് ആരൊക്കെയോ ഈ ക്ഷേത്രം കണ്ടെത്തുകയും അതിനുശേഷം ഇവിടെ ഒരു നമ്പൂതിരി കുടുംബം വന്ന് ഇവിടുത്തെ പൂജകളും കാര്യങ്ങളും ചെയ്യുകയും അങ്ങനെ ഇവിടെ മഹാദേവൻ്റെ സാമീപ്യമുണ്ടെന്ന് അറിയുകയും അങ്ങനെ ഇവിടുത്തെ പ്രതിഷ്ഠ മഹാദേവനും മുരുകനും ഗണപതിയുമായി മാറുകയാണ് ചെയ്തത്. അതുപോലെ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കോട്ടുകോണം ആശ്രമത്തിൻ്റെ കീഴിൽ ഈ ഒരു ഗുഹാക്ഷേത്രം അവരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയത് എന്നും ഒരു കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ക്ഷേത്രം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ പുരാതന വസ്തു സംരക്ഷണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ഇപ്പോഴും നമ്മുടെ ഈ ക്ഷേത്രം മുന്നിലോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാ ദിവസവും നിത്യപൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 6 മണി തൊട്ട് 11:30 വരെയും വൈകുന്നേരം 5:30 തൊട്ട് 6:30 വരെയും ഇവിടെ നിത്യപൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിങ്കളാഴ്ച ഓഫാണ്. ബാക്കി ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പൂജയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയും കഴിയും. എന്തായാലും അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ പടിയിൽ നേർക്ക് പോയി നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല. അപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് പാറയുടെ മുകളിലോട്ട് കയറാൻ പറ്റൂല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് അവിടെ പോയി നമുക്ക് തിരക്കി നോക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം. എന്തായാലും കണ്ട ഏകദേശം 1300ഓളം വർഷം പഴക്കമുള്ളൊരു ഗുഹാക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി നിശ്ചയെടുക്കല്ലേ. അന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് എനിക്ക് തിരിച്ചു പോവേണ്ടി വന്നു. അന്നപ്പോഴും വീഡിയോ എടുക്കാണ്ടി പറ്റിയില്ല പാറയുടെ മുകളിൽ. ഞാൻ അപ്പോൾ ഇത് വേറൊരു ദിവസം വന്ന് ആണ് ഈ വീഡിയോ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പാറയുടെ ബാക്കിയൊക്കെയുള്ള വീഡിയോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഒരു 5:30 ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ എത്തിയപ്പോഴത്തേക്കും എന്തായാലും നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഇനി ഞാൻ പകർത്തുന്നത്. ഞാൻ പകർത്തുന്ന കാഴ്ചകളെല്ലാം ഈ മടവൂർ പാറയുടെ ബാക്ക് ഗേറ്റിൽ കൂടെ മുന്നിലോട്ട് വരുന്ന കാഴ്ചകളാണ്. കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വഴിയാണ് ഈ വഴി. അപ്പോൾ നേരെ നമ്മുടെ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസാണ്. അപ്പോൾ ഈ വഴി നമ്മൾ കയറി പോകുമ്പോഴത്തേക്കും നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ രജിസ്റ്റർ ബുക്കിൽ എഴുതി വയ്ക്കണം. അത് മുന്ന് ഗേറ്റ് വഴി വന്നാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ വഴി പോകാൻ വേണ്ടി കഴിയും. കാര്യം ഇവിടെ കുറച്ച് ടാസ്ക്കാണ് വരുന്നത്. അപ്പോൾ അമ്മമാരും ബാക്കി കുറച്ച് അങ്ങനെ പ്രായമുള്ളവരൊക്കെ വരുന്ന സമയത്ത് ഫ്രണ്ട് ഗേറ്റ് വഴി വരുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ ഈ വഴി വരുന്നത് പോകാൻ അത്ര കംഫർട്ടല്ല. പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയാണെങ്കിൽ ഇങ്ങോട്ട് എൻട്രി ഇല്ല. അപ്പോൾ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വരും. അതുപോലെ തിങ്കളാഴ്ച ദിവസം ഓഫാണ്. അപ്പോൾ അന്നും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പാറയുടെ കാഴ്ചകളൊന്നും കാണാൻ വേണ്ടി കഴിയില്ല. കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ ആകാശ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു 5:30 ആയതുകൊണ്ട് ഈ ഒരു സൂര്യപ്രകാശമൊക്കെ നല്ല രസമാണ്. അപ്പോൾ ആ കുട്ടികൾ നിൽക്കുന്നത് അവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. ഈ പാറയിൽ നിന്ന് വരുന്ന വെള്ളം ശേഖരിക്കാൻ വേണ്ടിയുള്ള. അടുത്ത് നമുക്ക് അത് കാണാം. ആഹാ, കുളത്തിൻ്റെ അകത്ത് ഒരു ചെറിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. ഒരൊറ്റ മീനേ ഉള്ളൂ, പക്ഷേ കളർ ഫിഷാണ് കേട്ടോ. അങ്ങനെ ആ കുളത്തിലെ ആ മീനിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തി ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് എത്തുമ്പോഴത്തേക്കും നമുക്ക് നടന്നു പോകാൻ നമുക്ക് പടിയൊക്കെ ചെയ്തിട്ടുണ്ട് പാറയിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് നടന്നു പോകാൻ കഴിയും. ഞാനിവിടെ എത്തിയപ്പോഴത്തേക്കും ഫുള്ളും ആൾക്കൂട്ടമായിരുന്നു. കാരണം ഇവിടെ സായാഹ്ന സമയങ്ങളിൽ സിറ്റിയിൽ നിന്ന് ഒരുപാട് പേര് വരാറുണ്ട്. കാരണം നമ്മുടെ ടെക്നോ പാർക്കിൻ്റെയൊക്കെ തൊട്ടടുത്തായിട്ടാണ്, ഒരു 10-15 കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ കാണുന്ന ഈ മടവൂർ പാറ. അതുപോലെ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. ഈ കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ എന്താ ഫീൽ.
അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മുന്നിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഒരു ക്യാൻറ്റീൻ്റെ ബോർഡ് കണ്ടു. അപ്പോൾ ഇവിടെ ഒരു ക്യാൻറ്റീനൊക്കെ ഉണ്ട്, കുടുംബശ്രീ ക്യാൻറ്റീനാണ്. അപ്പോൾ വൈകുന്നേരം വരുന്നവർക്ക് നമുക്കിപ്പോൾ ചായയും ചെറിയ കടിയൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഇവിടുത്തെ പബ്ലിക് ടോയ്ലറ്റാണ്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തായാലും നല്ല വ്യൂ ആണ്, അതുപോലെ കുട്ടികളിരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കൂടെ ഞാനിങ്ങനെ പകർത്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ പരിപാടിയൊക്കെ നടത്താൻ വേണ്ടി കഴിയും, അതിനുവേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു കാഴ്ച എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും ഏറ്റവും മനോഹരമായിട്ട് തോന്നിയ ഒരു കാഴ്ചയാണ്. കാരണം സായാഹ്ന സമയങ്ങളിൽ ഇതുപോലെ ആൾക്കാരിങ്ങനെ ഒത്തുകൂടിയിരുന്ന് ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇരിക്കുന്ന പോലെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ആ സമയം ചിലവെടുക്കുന്നത് കാണാനേ വളരെ മനോഹരമാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് എത്തിയപ്പോഴത്തേക്കും ഇവിടെ ബാമ്പു കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പാലമുണ്ട്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചയും ഈ പാലം തന്നെയാണ്. അപ്പോൾ ഏകദേശം ഒരു 100-300ഓളം മീറ്റർ ഈ മലയുടെ മുകളിൽ എത്തുന്നവരെ ഈ ഒരു പാലത്തിൽ കൂടെയുള്ള യാത്രകളാണ് ഇനി കാണാനുള്ളത്. എന്തായാലും നിങ്ങൾ പോയി ആ കാഴ്ചകളാണ്, എന്തായാലും അതിമനോഹരമാണ്. ഇപ്പോൾ മുള കൊണ്ട് നിർമ്മിച്ച ഈ ഒരു പാലം ഉണ്ടല്ലോ, ഈ പാലത്തിന് മേൽക്കൂര വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളും പുല്ലാണ്. അത് കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അകത്ത് ഫുള്ളും ചെയ്തിരിക്കുന്നത് ഈ നമ്മുടെ ഈ ഓലമടഞ്ഞ് അതുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ട് ഞാനപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മുകളിലെത്തിയാൽ നമുക്ക് കടലിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആശ്രമത്തിൻ്റെ കാഴ്ചകൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ നിൽക്കുകയാണ്. ഞാനിപ്പോഴും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞാനിപ്പം മുന്നിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വഴി പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നുമില്ല. നമ്മുടെ ഗൂഗിൾ മാപ്പിൽ മടവൂർ പാറ അടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ മാപ്പ് കാണിക്കാറുണ്ട്. പക്ഷേ ഈ മാപ്പ് കാണിക്കുന്നത് ഈ മടവൂർ പാറയുടെ ഞാൻ വന്നതുപോലെ ബാക്ക് വശമാണ് കാണിക്കുന്നത്. ഈ ബാക്ക് വശത്തായിട്ടാണ് നമ്മുടെ ഈ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരു 6 മണിക്കൊക്കെയാണ് നിങ്ങളുടെ എത്തുന്നതെങ്കിൽ കൃത്യമായി ഇവിടുത്തെ സൺസെറ്റ് കണ്ടിട്ടേ പോവാവേ. നല്ല രസമാണ്. അപ്പോൾ മച്ചാന്മാർ നമ്മളെപ്പോഴും മടവൂർ പാറയുടെ മുകളിലെത്തി. നമ്മൾ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നപ്പോൾ ഒരു 5:30-6 മണിയിലകത്തായി. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ദിവസം വന്നാണ് താഴത്തെ ക്ഷേത്രത്തിലെ വീഡിയോസ് എല്ലാം നമ്മൾ എടുത്തത്. അപ്പോൾ അന്ന് മുകളിലോട്ട് കയറ്റി വിടാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് വന്നാണ് മുകളിലത്തെ വീഡിയോസ് എല്ലാം എടുത്തത്. എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാരാണെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വൈകുന്നേരം വന്ന് കുറച്ച് സായന സമയങ്ങൾ കളയാൻ പറ്റുന്നൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നല്ല കാറ്റാണ് ഇവിടെ കണ്ടില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലത്തെ ട്രാവലിംഗ് വീഡിയോസാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ വീണ്ടും തിരിച്ചു വരും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.